ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റീവാലുവേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്ലിയർ? ഇതിന് ഇൻട്രഡക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി, ചില സമയത്ത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ ഷെയർസ് അക്വയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ ബിസിനസ് കോമ്പിനേഷൻ നടത്തുന്ന സമയത്ത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ റീവാല്യൂ ചെയ്യും. ഇങ്ങനെ ഒരു കമ്പനി റീവാല്യൂ ചെയ്തിട്ട് ഒരു കമ്പനിയുടെ അസറ്റ്സിനെ, ഒരു സബ്സിഡറി കമ്പനിയുടെ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും റീവാല്യൂ ചെയ്തിട്ടാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ, കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ, അല്ലേ, അവിടെ റീവാലുവേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കേസസ് നമ്മുടെ സിലബസ് അനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല. പക്ഷേ എങ്കിലും അഥവാ ഇത് ചോദിക്കുകയാണെങ്കിൽ, അല്ലേ, ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു സിമ്പിളായുള്ളൊരു പ്രോബ്ലം നമുക്ക് നോക്കിപ്പോവാം. ക്ലിയർ? ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ? അസറ്റ്സിൻ്റെ വാല്യൂ റീവാല്യൂ ചെയ്തു, അല്ലേ. അപ്പോൾ അങ്ങനെ അസറ്റ്സിൻ്റെ വാല്യൂ റീവാല്യൂ ചെയ്യുകയാണെങ്കിൽ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്, അല്ലേ. ഇൻക്രീസിങ് ഇൻ വാല്യൂ വരാം, ഡിക്രീസ് ഇൻ വാല്യൂ വരാം. അസറ്റ്സിൻ്റെ വാല്യൂ കൂടാം, അസറ്റ്സിൻ്റെ വാല്യൂ കുറയാം, അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇൻക്രീസ് ഇൻ വാല്യൂ ആണ് വരുന്നതെങ്കിൽ അത് സർപ്ലസ് ആണ്. അതിനെ നമ്മൾ റീവാലുവേഷൻ സർപ്ലസ് എന്നാണ് പറയുക. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റീവാലുവേഷൻ സർപ്ലസിൻ്റെ കേസസ് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അസറ്റ്സിൻ്റെ വാല്യൂ കൂടുന്നു. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻക്രീസ്ഡ് വാല്യൂലായിരിക്കും അസറ്റ്സിൻ്റെ വാല്യൂ കാണിക്കുക. ക്ലിയർ? അതേപോലെ തന്നെയാണ്. അപ്പോൾ എന്തുകൂടെ ചെയ്യേണ്ടി വരും? ഈ നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, അല്ലേ, അതുപോലെ തന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, അതുപോലെ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ. ക്ലിയർ? ഇതെല്ലാം വരുന്ന സമയത്ത് ഇതിലെല്ലാം ആവശ്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ? അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ. So revaluation. So fixed assets of subsidiary company may be revalued at the time of acquisition. അങ്ങനെ വരുന്ന സമയത്ത്, so while calculating non-controlling interest, the share of the non-controlling interest, clear, in the increase in the value of assets, that is profit on revaluation, should be included in the NCI. അപ്പോൾ NCI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ NCIയുടെ വാല്യൂ നമ്മൾ നേരത്തെ എന്തൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? ഷെയർ ക്യാപിറ്റൽ, പോർഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, പോർഷൻ ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോർഷൻ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, ഒരു ഐറ്റം കൂടെ എടുക്കണം. എന്തുകൂടെ എടുക്കണം? റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റീവാലുവേഷൻ സർപ്ലസിൻ്റെ, റീവാലുവേഷൻ ഇൻക്രീസിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ഷെയർ കൂടെ NCI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? ദെൻ സോ എനി ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, അല്ലേ, അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നെറ്റ് വർത്ത് കൂട്ടും. ക്ലിയർ? അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതിൽ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഗുഡ് വിൽ ഡിക്രീസ് and fixed assets will increase as a result of revaluation profit. റീവാലുവേഷൻ പ്രോഫിറ്റ് വരുന്ന സമയത്ത് നെറ്റ് വർത്ത് കൂടുകയാണ്, അല്ലേ, നെറ്റ് അസറ്റ്സ് കൂടുകയാണ്. ഇങ്ങനെ നെറ്റ് അസറ്റ്സ് കൂടുന്നതിൻ്റെ ഫലമായി എന്ത് കുറയും? ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് കുറയും. നമ്മൾ റീവാലുവേഷനെ എടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് വില്ല് കൂടുതലായിട്ട് കിട്ടും. റീവാലുവേഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് കുറയും. ക്ലിയർ? അസറ്റ്സിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. ക്ലിയർ? ഇനി ഡിക്രീസ് ഇൻ അസറ്റ്സ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരിക. ക്ലിയർ? ഇവിടെ ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഗുഡ് വില്ലിൻ്റെ വാല്യൂ കൂടും, അതുപോലെ തന്നെ, അല്ലേ, അസറ്റ്സിൻ്റെ വാല്യൂ കുറയുകയും ചെയ്യും. ക്ലിയർ? നെറ്റ് അസറ്റ്സ് കുറയുകയും ചെയ്യും. അപ്പോൾ നെറ്റ് അസറ്റ്സ് കുറയുന്നതുകൊണ്ട് ഗുഡ് വില്ലിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കറിയാം അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? സോ ദർ ആർ ടു കമ്പനീസ്, P and S, പാരന്റ് ആൻഡ് സബ്സിഡറി. ക്ലിയർ? ഓക്കെ. ഇതിൻ്റെ അസറ്റ്സ് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ്. ക്ലിയർ? രണ്ട് കമ്പനി തന്നിട്ടുണ്ട്. ദെൻ കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഓക്കെ. ടോട്ടൽ ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. അസറ്റ്സ്, നോൺ കറണ്ട് അസറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എസ് ലിമിറ്റഡ് 3,40,000, അല്ലേ, 3,40,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ദെൻ കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1,60,000. ക്ലിയർ? അതുപോലെ തന്നെ 1,30,000, 80,000. ഓക്കെ. ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ PDF നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആദ്യം ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? ഓക്കെ. ടെക്സ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ
ടെക്സ്റ്റിൽ എക്സാമ്പിൾ നമ്പർ 2011 അതുണ്ട്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് നമ്മൾ വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് മനസ്സിലാക്കുന്നതിന് എളുപ്പമായിരിക്കും. ഓക്കെ, സോ അഡ്ജസ്റ്റ്മെന്റ്സ് താഴെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. P Limited holds 75% of shares of S Limited on 31/3/2020. S Limited revalued its fixed assets at rupees 3,60,000. Prepare a consolidated balance sheet on 31/3/2020. Clear? 31/3/2020 എന്ത് ചെയ്തു? പി ലിമിറ്റഡ് പാരന്റ് കമ്പനി എസ് ലിമിറ്റഡുള്ള 75% ഷെയർസിനെ അക്വയർ ചെയ്തു. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? എസ് ലിമിറ്റഡുള്ള കമ്പനിയുടെ അസറ്റ്സിന്, ഫിക്സഡ് അസറ്റ്സിനെ 3,60,000 റുപ്പീസിന് റീവാല്യൂ ചെയ്തു. ക്ലിയർ? നിങ്ങളുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ. ഫിക്സഡ് അസറ്റ്സ് അല്ലേ, ഫിക്സഡ് അസറ്റ്സ് നോൺ കറണ്ട് അസറ്റ്സ് എത്രയാണ് തന്നിരിക്കുന്നത്? 3 lakh rupees ആണ് ഓൾറെഡി ഉണ്ടായിരുന്നത് എസ് ലിമിറ്റഡ്. ക്ലിയർ? സോ ഇൻ ദി ബാലൻസ് ഷീറ്റ് S Limited having a non-current assets of 3 lakh. Clear? Now it is revalued to 3,60,000. So what is the difference? 60,000. 60,000 എന്താ കൂടുതലായിട്ടാണ് റീവാല്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ആണ്. ഈ 60,000 രൂപ എക്സ്ട്രാ പ്രോഫിറ്റ് വരുന്നത് അല്ലേ, എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അസറ്റ്സിൻ്റെ വാല്യൂ അത്രയും കൂടുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്തിരിക്കണമെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഭാഗമായിട്ട് വർക്കിംഗ് നോട്ട് നമ്പർ 1. ക്ലിയർ? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. വർക്കിംഗ് നോട്ട് നമ്പർ 1, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? അതിൽ എന്തൊക്കെ വരും? സോ വാട്ട് ആർ ദ ഐറ്റംസ് ദാറ്റ് വിൽ കം? ഓക്കെ, ഇവിടെ നമ്മൾ പ്രീ അക്വിസിഷനെ കുറിച്ചോ പോസ്റ്റ് അക്വിസിഷനെ കുറിച്ചോ ഒന്നും നോക്കുന്നില്ല, പ്രോഫിറ്റിനെ കുറിച്ച്. കാരണം അതേ ഡേറ്റിൽ തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഇനി വേറെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ട് വേറെ ഒന്നുമില്ല. അതേ ഡേറ്റിലുള്ള ബാലൻസ് ഷീറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ പ്രോഫിറ്റും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം. ക്ലിയർ? ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിട്ട് തന്നിട്ടുണ്ടോ? റിട്ടേൺ ഏർണിങ്സ് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണത്? 40,000 rupees ആണ് റിട്ടേൺ ഏർണിങ്സ് ഉള്ളത്. ക്ലിയർ? സോ എൻറ്റയർ 40,000 rupees ബിലോങ്സ് ടു പോസ്റ്റ്, ദാറ്റ് ഈസ് പ്രീ അക്വിസിഷൻ. ക്ലിയർ? ഓക്കെ, ലാസ്റ്റ് ഡേറ്റിനാണ് അക്വയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം പ്രീ അക്വിസിഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ 40,000 rupees ആണ് ഉള്ളത് അല്ലേ. അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യണം? 75:25. 75% പാരന്റിനും 25% നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കാം. റൈറ്റ്, വർക്കിംഗ് നോട്ട് നമ്പർ 1 ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ? എന്താണ് അതിൽ? വാല്യൂ ഓഫ് 25% ഓഫ് ഈക്വിറ്റി, ഷെയർസിലുള്ള 25% അല്ലേ. NCI പോർഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 3,60,000 ഇൻറ്റു 25% അല്ലേ. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. എത്രയാണത്? ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് എസ് ലിമിറ്റഡ് ഈസ് 3,60,000. ക്ലിയർ? ആൻഡ് therefore 3,60,000 into 25%, 25/100, that is equal to 90,000. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ എന്ത് ചെയ്യണം? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഭാഗം എടുക്കണം. സോ ഷെയർ ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് 40,000 രൂപയാണ് അതിൻ്റെ, ഇൻറ്റു 25%, ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000. ഇനി മൂന്നാമത്തെ ഒരു ഐറ്റം കൂടെ എടുക്കണം, പോസ്റ്റ് അക്വിസിഷൻ. അതിവിടെ ഉണ്ടോ? ഇല്ല. ക്ലിയർ? അതേ ഡേറ്റിൽ തന്നെയാണ് നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇല്ല. സോ രണ്ട് ഐറ്റം നമ്മൾ എടുത്തു. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് അല്ലേ നമ്മൾ എന്ത് ചെയ്തു? മൂന്നാമത്തെ ഐറ്റത്തിൽ എന്ത് കൊടുത്തു? ഷെയർ ഇൻ ദി ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ക്ലിയർ? അപ്പോൾ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് 3,60,000 രൂപയായിട്ട് വാല്യൂ ചെയ്തു. നേരത്തെ അതിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 3 ലക്ഷം രൂപയായിരുന്നു അല്ലേ. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 60,000 രൂപയാണ് സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്, ഇൻറ്റു 25%. ക്ലിയർ? അവരുടെ പോർഷൻ. അപ്പോൾ എത്ര കിട്ടും? 15,000 രൂപ കിട്ടും. ക്ലിയർ? അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടുന്നത്? 1,15,000. എത്ര കിട്ടും? 1,15,000. ക്ലിയർ? അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ക്ലിയർ? ഇത് ഒരു രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. രണ്ടാമത്തെ രീതിയിൽ വേണമെങ്കിൽ വേറെ രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ? 25% ഓഫ് ദ നെറ്റ് അസറ്റ്സ് അക്വയർഡ്, അങ്ങനെയും ചെയ്യാം. ക്ലിയർ? സോ വാട്ട് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ്? നമുക്കറിയാമല്ലോ അല്ലേ. എന്തൊക്കെയാണ് അത്? സബ്സിഡറിയുടെ ടോട്ടൽ അസറ്റ്സ് എടുക്കുക. നമ്മളിവിടെ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുക അല്ലേ. ടോട്ടൽ അസറ്റ്സ് വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 4,80,000. Clear? So this is the amount of total assets of subsidiary. അതിൽ നിന്ന് എന്ത് ചെയ്യണം? 80,000 rupees ആണ് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുക. ക്ലിയർ? അപ്പോൾ എത്ര കിട്ടും? 4 lakh rupees കിട്ടും.
ദെൻ 60,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അല്ലേ. 3,60,000 രൂപ നമ്മൾ അസറ്റ്സ് റീവാല്യൂ ചെയ്ത് 3 ലക്ഷം രൂപയെ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ എത്ര വരും? ടോട്ടൽ അസറ്റ്സ് നോക്കൂടെ. ടോട്ടൽ അസറ്റ്സിൻ്റെ വാല്യൂ ഞാൻ ഒന്നുകൂടെ പറയാം. അസറ്റ്സിൻ്റെ വാല്യൂ ക്ലിയർ ഓഫ് ദ കമ്പനി നോൺ കറണ്ട് അസറ്റ്സ് അല്ലേ. 3 lakhന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 3,60,000 ആക്കി മാറ്റണം. ക്ലിയർ. ദെൻ കറണ്ട് അസറ്റ്സ് 1,80,000. അപ്പോൾ ടോട്ടൽ എത്ര വരും? 3,60,000 പ്ലസ് 1,80,000 ഈക്വൽ ടു 5,40,000 വരും അല്ലേ. ഓക്കെ. സോ 5,40,000 റുപ്പീസ്. എത്രയും രൂപയാണ് നമുക്ക് ടോട്ടൽ അസറ്റ്സ് മൈനസ് 80,000 80,000 രൂപ എന്ന് കുറയ്ക്കുക. ക്ലിയർ. എന്താ 80,000 രൂപ? കറണ്ട് ലയബിലിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് നെറ്റ് അസറ്റ്സ് കിട്ടും. എത്രയാണ് നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്? സോ നെറ്റ് അസറ്റ്സ് കംസ് ടു 46,000 അല്ലേ. 4,60,000 സോറി. സോ ഇറ്റ് ഈസ് 4,60,000. അപ്പോൾ 4,60,000 രൂപ കിട്ടും. അപ്പോൾ ഈ 4,60,000 രൂപയാണ് ടോട്ടൽ നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി ഇൻറ്റു 25/100. ക്ലിയർ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കിട്ടണം. ക്ലിയർ. അപ്പോൾ ഇവിടെ 4,60,000 ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയായിട്ട് മാറും? നോക്കൂ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 4,60,000 ഇൻറ്റു 25% ക്ലിയർ വിൽ ഗിവ് യു വാല്യൂ ഓഫ് 1,15,000 തന്നെ കിട്ടും. ക്ലിയർ. 1,15,000 രൂപ. ക്ലിയർ. ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കമ്പോണൻ്റ് ആയിട്ട് നെറ്റ് അസറ്റ്സിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രോഫിറ്റിൻ്റെ കമ്പോണൻറ്റ് അല്ലേ, പ്രീ അക്വിസിഷൻ ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ കമ്പോണൻറ്റ്, റവന്യൂ പ്രോഫിറ്റിൻ്റെ കമ്പോണൻറ്റ്, ഇവിടെ റീവാലുവേഷൻ കൂടെ വരുന്നുണ്ട്, റീവാലുവേഷൻ്റെ കമ്പോണൻറ്റ്. ക്ലിയർ. ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും? നമുക്ക് നെറ്റ് അസറ്റ്സിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടും. ക്ലിയർ. അപ്പോൾ ഈ രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ക്യാപിറ്റൽ പ്രോഫിറ്റ്, റവന്യൂ പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ റീവാലുവേഷൻ്റെ സർപ്ലസ്, റീവാലുവേഷൻ പ്രോഫിറ്റ് കൂടെ ഇവിടെ ആഡ് ചെയ്യണം. റീവാലുവേഷനിൽ ലോസ് ആണെങ്കിലോ ഇവിടെ കുറയ്ക്കണം. ഓക്കെ, അതാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ അടുത്തത് നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ. ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ എന്താണ്? ക്ലിയർ. സോ ഹൗ ടു കാൽക്കുലേറ്റ് ഗുഡ് വിൽ? ഇപ്പോൾ അല്ലെങ്കിൽ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് നമുക്ക് നോക്കാം. ക്ലിയർ. അപ്പോൾ ഇവിടെ കൺസിഡറേഷൻ ട്രാൻസ്ഫർ 3,40,000. ക്ലിയർ. ദെൻ ലെസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അല്ലേ ഓഫ് കൺട്രോളിങ് പോർഷൻ, ദാറ്റ് ഈസ് നമ്മൾ 3,60,000 ഇൻറ്റു 75% വരുമ്പോൾ 2,70,000 രൂപ വരും. ദെൻ ഷെയർ ഇൻ ദി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 40,000 ഇൻറ്റു 75% അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 30,000 രൂപ. ദെൻ ഷെയർ ഇൻ ദി ഇൻക്രീസ് ഇൻ ദ വാല്യൂ, റീവാല്യൂഷൻ സർപ്ലസിൻ്റെ ഷെയർ, അത് 60,000 രൂപയുടെ 75%. അപ്പോൾ നമുക്ക് 45,000 രൂപ കിട്ടി. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 3,45,000 രൂപ കുറയ്ക്കും. അപ്പോൾ 5,000 രൂപയുടെ നമുക്ക് എന്ത് കിട്ടും? സോ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ്. ഇതിനെന്ത് പറയും നമ്മൾ? ക്യാപിറ്റൽ റിസർവ്. ക്ലിയർ. ഇത് നമുക്ക് വേറെ രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, ഇവിടെ നമ്മൾ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് 3,40,000 ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ നെറ്റ് അസറ്റ്സിൻ്റെ ബേസിൽ എടുക്കുകയാണെങ്കിൽ എങ്ങനെ എടുക്കാം? സോ നെറ്റ് അസറ്റ്സ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചല്ലേ. എത്രയാണത്? 4,60,000 ഇൻറ്റു 75%. ക്ലിയർ. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടും? 3,40,000 രൂപ തന്നെ കിട്ടും. ക്ലിയർ. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 5,000 രൂപയുടെ സർപ്ലസ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ റിസർവ് കിട്ടും. ഓക്കെ, നെഗറ്റീവ് ഗുഡ് വിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ നെറ്റ് അസറ്റ്സ് എടുക്കുക, അല്ലെങ്കിൽ ഈ കമ്പോണൻറ്റ് നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 2 കാൽക്കുലേഷൻ നമുക്കായി അല്ലേ. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത് അല്ലേ. എത്രയായിരുന്നു അവരുടെ പ്രോഫിറ്റ്? 40,000 രൂപയായിരുന്നു പ്രോഫിറ്റ് അല്ലേ. സബ്സിഡറി കമ്പനിക്ക് ഉള്ള പ്രീവിയസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40,000 റുപ്പീസ്. അപ്പോൾ ഈ 40,000 രൂപ നമ്മൾ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം? 2 സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. എന്തൊക്കെയാണ് അത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ 10,000 രൂപ നേരത്തെ എടുത്തു അല്ലേ. അതുപോലെ തന്നെ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് എടുത്തിട്ടുണ്ട്. എത്രയാണത്? 30,000 രൂപ. അപ്പോൾ രണ്ടും എന്തായി? ക്യാൻസൽ ആയിപ്പോയി. ഇനി അവിടെ എന്തില്ല? സർപ്ലസിൻ്റെ എമൗണ്ട് വരുന്നില്ല. ക്ലിയർ. ഇപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലും എടുത്തു, ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ട്. ക്ലിയർ. റൈറ്റ്.
നമ്മൾ കൺസോളിഡേഷനിലേക്ക് വരിക. കൺസോളിഡേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? സോ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പാരന്റ് കമ്പനിയുടെ മാത്രം ഷെയർസ് എടുത്തു. ദെൻ റിട്ടൈൻഡ് ഏർണിങ്സ്, അവരുടെ മാത്രം റിട്ടൈൻഡ് ഏർണിങ്സ് അല്ലേ, എത്രയാണത്? 1,25,000. കാരണം ഇവിടെ എന്തില്ല, 40,000 രൂപ നമ്മൾ 10,000 രൂപ NCI ആയിട്ട് മാറ്റി 30,000 രൂപ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ബാക്കിയൊന്നും ഇല്ല. ക്ലിയർ? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ എടുക്കുന്നില്ല. അപ്പോൾ 1,25,000 മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. ദെൻ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അല്ലേ, ക്യാപിറ്റൽ റിസർവ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്നു വർക്കിംഗ് നോട്ടിൽ. അപ്പോൾ അത് എടുത്തിവിടെ. ക്ലിയർ? ദെൻ നോൺ കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് താഴെ തന്നെ എഴുതാം. ക്ലിയർ? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു അല്ലേ, 115,000. ക്ലിയർ? എടുത്ത് എഴുതി. ക്ലിയർ? ദെൻ കറണ്ട് ലയബിലിറ്റീസ് രണ്ടും കൂടെ ആഡ് ചെയ്യണം അല്ലേ. കറണ്ട് ലയബിലിറ്റീസിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് 75,000 പ്ലസ് 80,000, ദാറ്റ് ഈസ് ഈക്വൽ ടു 1,55,000. സോ ടോട്ടൽ 12 lakh. ഓക്കെ, ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ്. ടോട്ടൽ അസറ്റ് സൈഡ് എടുക്കുകയാണെങ്കിലോ നോൺ കറണ്ട് അസറ്റ്സ് നമ്മൾ എടുത്ത് രണ്ടും കൂടെ ആഡ് ചെയ്തു. 5 lakh പ്ലസ് 3,60,000 അല്ലേ. ഇവിടെ എന്തുകൊണ്ടാണ് 3,60,000 എടുത്തത്? റീവാല്യൂഡ് ഫിഗറിലാണ് നമ്മൾ എടുത്തത്. ക്ലിയർ? ടോട്ടൽ 8,60,000 കിട്ടി. കറണ്ട് അസറ്റ്സ് രണ്ടും കൂടെ ആഡ് ചെയ്തു, 3,40,000 എഴുതി. അതിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. ടോട്ടൽ 12 lakh. ക്ലിയർ? ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസോളിഡേഷൻ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഹൗ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് വിൽ ബി അഡ്ജസ്റ്റഡ്. ക്ലിയർ? അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ വേറെ അവിടെ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നെറ്റ് അസറ്റ്സിൽ മാറ്റം വരുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം. ക്ലിയർ? അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ക്ലിയർ? ഓക്കെ, ഇപ്പോൾ റീവാലുവേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷം നമുക്ക് നോക്കാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂഡ് ബൈ സബ്സിഡറി. ക്ലിയർ? സബ്സിഡറി കമ്പനികൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന പ്രിഫറൻസ് ഷെയർ. ഈ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഹോൾഡിംഗ് ചിലപ്പോൾ ആർക്കുണ്ടാവും? കൺട്രോളിംഗ് കമ്പനിക്ക് ഉണ്ടാവും. ക്ലിയർ? അപ്പം ഇങ്ങനെ ഒരു സബ്സിഡറി കമ്പനിയിൽ പ്രിഫറൻസ് ഷെയർസ് വരികയാണെങ്കിൽ അതിന് നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക? ക്ലിയർ? അപ്പോൾ അതാണ് നമ്മൾ ഇനി തുടർന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ അല്ലേ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഒരു കമ്പനിക്ക് സബ്സിഡറി കമ്പനിയിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ക്ലിയർ, ഹൗ വി ക്യാൻ ട്രീറ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സബ്സിഡറി കമ്പനി while consolidating financial statements of a subsidiary. Clear? Or consolidating financial statement, clear, of subsidiary by a parent company. അതിൽ ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് നോക്കാം. സോ വാട്ട് ഈസ് എ ട്രീറ്റ്മെൻറ്റ് നമ്പർ 1? ഒരു കമ്പനിക്ക് സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട് എങ്കിൽ ആ ഉള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ ഹോൾഡിംഗ് കമ്പനി, പാരന്റ് കമ്പനിക്ക് യാതൊരു ഷെയർ ഹോൾഡിങ്ങും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മുഴുവൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെയും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നു, NCIയുടെ പോർഷനായിട്ട് കാണിക്കുന്നു. ഓക്കെ, സോ എൻറ്റയർ എമൗണ്ട് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആസ് ഡിസ്ക്ലോസ്ഡ് ബൈ ദി balance sheet of subsidiary shall be categorized as non-controlling interest. Clear? ഇതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. നമ്പർ 2, ഇനി ഒരു കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുമ്പോൾ അതിൽ ലാഭം ഉണ്ടാവും, സർപ്ലസ് ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഉണ്ടാവും. ഈ പ്രോഫിറ്റ് മുഴുവൻ ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആണോ? അല്ല അല്ലേ. അതിൽ ആർക്ക് കൂടെ കൊടുക്കണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൂടെ കൊടുക്കാനുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും ക്ലിയർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. സോ വി നീഡ് ടു ഡിഡക്റ്റ് ക്ലിയർ ഡിവിഡൻഡ് ബിലോങ്ങിങ് ടു ഓർ പേയബിൾ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. സോ ദ പ്രോഫിറ്റ് മെയ്ഡ് ബൈ സബ്സിഡറി കമ്പനി അല്ലേ, ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ബാക്കിയുള്ളതിനെയാണ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഹോൾഡേഴ്സ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള കറണ്ട് ഇയർ ഡിവിഡൻഡോ പ്രീവിയസ് ഇയറിലെ ഡിവിഡൻഡിൻ്റെ അരിയർ ഉണ്ടെങ്കിൽ അതോ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ക്ലിയർ? അതാണ് വേറൊരു കാര്യം. ദെൻ രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ്. മൂന്നാമത്തെ കാര്യം എന്താണ്? NCI includes the paid up value of the preference shares held by the outsiders plus the
ഡിവിഡൻഡ് അക്രൂഡ് ടു ദം. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ക്യാപിറ്റൽ മാത്രം എടുത്താൽ പോരാ, പിന്നെ എന്തുകൂടെ ചെയ്യണം? അവിടെ NCA എടുക്കുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്ര പോർഷൻ ആണോ അത്രയും അല്ലേ, അത് എന്ത് ചെയ്യണം? അതിലേക്ക് ഉൾപ്പെടുത്തണം. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇതാണ് മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നാലാമത്തെ കാര്യം, ഇനി ഗുഡ് വിൽ ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് ഓക്കെ. അപ്പം നാലാമത്തെ കേസസിലാണ് നമ്മൾ നോക്കുന്നത് ഗുഡ് വിൽ, ഹൗ ടു വാല്യൂ ഗുഡ് വിൽ ഇൻ ദ കേസ് ഓഫ് ദിസ്. ക്ലിയർ? ഇപ്പോൾ ഗുഡ് വില്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാരന്റിന് ഹോൾഡിംഗ് എത്രയാണോ ഉള്ളത്, ഓക്കെ, പാരന്റ് കമ്പനിയുടെ ഹോൾഡിംഗ് എത്രയാണോ അത്രയും പോർഷൻ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി എന്ന് പറയുന്ന എമൗണ്ടിൽ എന്തുണ്ടാവും? ഈ പാരന്റിന് പ്രിഫറൻസ് ഷെയർസിന്റെ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ, നമ്മൾ എന്താ അതിൻ്റെ ഫോർമാറ്റ്? പർച്ചേസ് കൺസിഡറേഷൻ പെയ്ഡ് ലെസ് ഇക്വിറ്റി ഷെയർ പോർഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ എന്തുകൂടെ എടുക്കണം? കൺട്രോളിങ് പോർഷൻ ഓഫ് അല്ലെങ്കിൽ പോർഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലൂടെ എടുക്കണം. ക്ലിയർ? അതുപോലെ തന്നെ പോർഷൻ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഡിഫറൻസിനാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നോൺ കൺട്രോളിങ് ആയിട്ടുള്ള ബാക്കിയുള്ള പോർഷൻ എന്ത് ചെയ്യും? അത് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനോടൊപ്പം കാണിക്കും. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ വരുന്ന എമൗണ്ടിനെ ക്ലിയർ കംപ്ലീറ്റ് ആയിട്ടും ഔട്ട്സൈഡേഴ്സിനുള്ളതാണെങ്കിൽ മുഴുവനായിട്ടും NCAയിൽ കാണിക്കണം. ക്ലിയർ? ഇനി പാരന്റ് കമ്പനിക്ക് കുറച്ചും സബ്സിഡറി കമ്പനിയുടെ വേറെയുള്ള അല്ലെങ്കിൽ പാരന്റ് കമ്പനിയുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡിംഗ് നിന്ന് കുറച്ചും ബാക്കിയുള്ളത് മറ്റുള്ള ആൾക്കാർക്കും ആണെങ്കിൽ ഔട്ട്സൈഡേഴ്സിനും ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എത്രയാണോ പാരന്റ് കമ്പനിക്ക് ഹോൾഡിംഗ് ഉള്ളത് അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ബാക്കിയുള്ള പോർഷൻ ഔട്ട്സൈഡേഴ്സിനുള്ള പോർഷൻ നോൺ കൺട്രോളിങ്ങിൽ കാണിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നോൺ കൺട്രോളിങ്ങിൽ എന്തൊക്കെ വരും? നോൺ കൺട്രോളിങ്ങിൽ വരുന്ന സമയത്ത് ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഔട്ട്സൈഡേഴ്സിൻ്റെ പോർഷനും വരും, ഡിവിഡൻഡ് അക്രൂഡ് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അതും വരും. ക്ലിയർ? ഇത്രയും ഉൾപ്പെടുത്തിയിട്ട് വേണം NCAയുടെ വർക്കൗട്ട് ചെയ്യാൻ. ഒരു പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തിരിക്കണമെന്ന്. ക്ലിയർ? സോ വി ക്യാൻ ഗോ ത്രൂ ദ പ്രോബ്ലം. അപ്പോൾ ഇതിൽ നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് നമ്പറിൽ എക്സാമ്പിൾ നമ്പർ 12. ക്ലിയർ? അതെല്ലാം ഇതിൽ PDF നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അത് ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എഴുതി വെക്കുക. ക്ലിയർ? എന്നിട്ട് നോക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇവിടെ രണ്ട് കമ്പനി തന്നിട്ടുണ്ട്, എക്സ് കമ്പനിയും Y കമ്പനിയും. ക്ലിയർ? ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓൺ 1/4/2019 എക്സ് ലിമിറ്റഡ് അക്വയർഡ് 70% ഓഫ് ഇക്വിറ്റി ആൻഡ് 40% ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓഫ് Y ലിമിറ്റഡ്. രണ്ടും പറയുന്നുണ്ട്. എന്തൊക്കെ പറയുന്നുണ്ട്? ഇക്വിറ്റി 70% ഉണ്ട്, അതുപോലെ തന്നെ പ്രിഫറൻസിൻ്റെ 40% ഉണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ വാല്യൂവും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ₹4, 2,25,000. ക്ലിയർ? and ₹25,000 respectively. ഇതാണ് അവർ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? സോ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ പെയ്ഡ് വാസ് 2,25,000 plus 25, that is 2,50,000. Clear? So that was the total amount paid for investment or investment in subsidiary. Then on the above date, general reserve and surplus of Y limited showed a balance of ₹30,000 and 6,000 respectively. Clear? Y limited general reserve 30,000 രൂപയും 6,000 രൂപയുടെ സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ട്. Then the statement of financial position താഴെ തന്നിട്ടുണ്ട്. ഇക്വിറ്റി ക്ലിയർ? അവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 8,00,000, 2,50,000. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ Y ലിമിറ്റഡിന് മാത്രമേ ഉള്ളൂ 50,000. ക്ലിയർ? റിസർവ്സ് തന്നിട്ടുണ്ട് 1,90,000 and 35,000. ദെൻ സർപ്ലസ് തന്നിട്ടുണ്ട് 80,000 and 26,000. ക്ലിയർ? ദെൻ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട് 1,80,000 and 39,000. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ? 6,000 റുപ്പീസിന്റെ പ്രോഫിറ്റ് നേരത്തെ ഉള്ളതാണ് അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? 20,000 രൂപ എന്തായിട്ട് എടുക്കണം? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എടുക്കണം. അത് ടോട്ടൽ സർപ്ലസ് മൈനസ് പ്രീ അക്വിസിഷൻ സർപ്ലസ്. അത് എത്രയായിരുന്നു? അപ്പോൾ 26,000 മൈനസ് 6,000. അപ്പോൾ 20,000 എന്ത് കിട്ടും? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വർക്കിംഗ് നോട്ടിൽ എഴുതി അത് ചെയ്യണം. ക്ലിയർ? അതുപോലെ തന്നെ ഇവിടെ റിസർവ്സ് തന്നിട്ടുണ്ട് അല്ലേ? റിസർവ്സ് എത്രയാണ് തന്നിരിക്കുന്നത്? സോ എമൗണ്ട് ഓഫ് റിസർവ് ഗിവൻ വാസ് ₹35,000. ക്ലിയർ? അവിടെ 35,000 റുപ്പീസിന്റെ റിസർവ്സിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
റിസർവ്സിൻ്റെ എമൗണ്ട് 35 ഉണ്ട്. അതിൽ നേരത്തെ അവർ എത്രയാണ് തന്നിരിക്കുന്നത് നോക്കുക അല്ലേ. അക്വസിഷൻ ഡേറ്റിൽ എത്രയാണ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് ഈസ് 30,000. അപ്പോൾ 5,000 റിസർവ് എന്താ കറണ്ട് ഇയറിൽ വന്നിരിക്കണം. ഓക്കെ, അപ്പോൾ കറണ്ട് ഇയർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം, 20,000 പ്ലസ് 5,000 ഇൻ റിസർവ്, 20,000 ഇൻ സർപ്ലസ് പ്ലസ് 5,000 ഇൻ റിസർവ്. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 25,000. ഇതാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ക്ലിയർ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ് കൂടെ ചെയ്തിട്ട് ചെയ്യും. ഓക്കെ, അസറ്റ്സ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. ടാഞ്ചിബിൾ അസറ്റ്സ് 10 lakh 4 lakh. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് 2,50,000. രണ്ടും കൂടെ ചേർത്തുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്, രണ്ടും ഇക്വിറ്റിയുടെയും പ്രിഫറൻസിന്റെയും കൂടെ ചേർത്തിട്ട്. ക്ലിയർ. ടോട്ടൽ അസറ്റ്സ് വാസ് ഗിവൻ ആസ് 12,50,000 and 4 lakh rupees. Clear. Then the share capital of 5 Limited consists of 25,000 equity shares of 10 each and 508% preference share capital of 100 each. Clear. അപ്പോൾ preference sharesന്റെ പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് എത്രയാണ്, 8% ആണ്. അപ്പോൾ അത് നമുക്കൊരു കീ ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ക്ലിയർ. ദെൻ പ്രിപ്പയർ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ക്ലിയർ. ആസ് ഓൺ ഡേറ്റ് 31/3/2020 അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസോൾട്ടേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വർക്കിംഗ് നോട്ടിലേക്ക് വരാം. ക്ലിയർ. സോ വാട്ട് ആർ ദ വർക്കിംഗ് നോട്ട് റിക്വയർഡ് ഹിയർ? നമ്പർ 1 അല്ലേ, നമുക്ക് ആദ്യം ക്യാപിറ്റൽ നോക്കണം. സോ കാൽക്കുലേഷൻ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ റവന്യൂ പ്രോഫിറ്റ് നമ്പർ 1 അല്ലേ, ഇതിന് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, സോ പോസ്റ്റ് അക്വിസിഷൻ അപ്പോൾ പ്രീ അക്വിസിഷൻ രണ്ടും. പ്രീ അക്വിസിഷൻ നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയും, പോസ്റ്റ് അക്വിസിഷന് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയും. ക്ലിയർ. ഇവിടെ ആദ്യം എടുത്തിരിക്കുന്നത് പോസ്റ്റ് അക്വിസിഷൻ, തിരിച്ചും ചെയ്യാം കേട്ടോ. ഓക്കെ, പ്രീ അക്വിസിഷൻ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. നമ്പർ 1 കൊടുത്തിട്ട് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എഴുതി എന്തൊക്കെ എഴുതണം, അവിടെ 30,000 റുപ്പീസിൻ്റെ റിസർവ് തന്നിട്ടുണ്ട് അല്ലേ, പ്ലസ് 6,000 റുപ്പീസിൻ്റെ സർപ്ലസ് തന്നിട്ടുണ്ട്. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ അത് എടുക്കണം. ക്ലിയർ. 36,000 rupees. എനിവേ നമ്മൾ ആദ്യം ഇതിൽ തന്ന പോലെ തന്നെ നോക്കാം. സോ കാൽക്കുലേഷൻ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ ഓർ റവന്യൂ പ്രോഫിറ്റ്. സോ ദാറ്റ് ഈസ് ആദ്യം ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്, 26,000 ലെസ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്ന എത്രയാണ്, 6,000. ദെർഫോർ ബാലൻസ് 20,000 റുപ്പീസ് കിട്ടി. ക്ലിയർ. ദെൻ ട്രാൻസ്ഫർ ടു റിസർവിലേക്ക് വന്നിരിക്കുന്ന 5,000 റുപ്പീസ്, 35,000 മൈനസ് 30,000. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്ലിയർ. 35,000 രൂപയുടെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, അതിൽ 30,000 രൂപ പ്രീ അക്വിസിഷൻ ആണ്. അപ്പോൾ ബാക്കിയുള്ള 5,000 രൂപ എന്താണ്, പോസ്റ്റ് അക്വിസിഷൻ ആണ്. ക്ലിയർ. അപ്പോൾ ടോട്ടൽ കറണ്ട് ഇയർ പ്രോഫിറ്റ് എത്രയാണ്, 25,000 കിട്ടി. 20,000 പ്ലസ് 5,000 അങ്ങനെ 25,000 രൂപ. ഇതിന് നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്യണം. ക്ലിയർ. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് 25,000 റുപ്പീസിൻ്റെ ആണ് പ്രോഫിറ്റ് കിട്ടുക അല്ലേ, കറണ്ട് ഇയറിലെ പോസ്റ്റ് അക്വിസിഷൻ റവന്യൂ പ്രോഫിറ്റ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ, ഈ പോസ്റ്റ് അക്വിസിഷൻ റവന്യൂ പ്രോഫിറ്റ് കറണ്ട് ഇയറിൽ കിട്ടിയിരിക്കുന്ന ലാഭത്തിൽ നിന്ന് എന്തുകൂടെ കൊടുക്കണം, പ്രിഫറൻസിൻ്റെ ഡിവിഡൻഡ് കൂടെ കൊടുക്കണം. അത് കൊടുത്തിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ പ്രിഫറൻസ് ഡിവിഡൻഡ് കാൽക്കുലേഷൻ. ക്ലിയർ. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്, 50,000 ഇൻറ്റു 8%. 50,000 എന്താ, 500 ഷെയർ ഇൻറ്റു 100 ആണ് പറയുന്നത്. അപ്പോൾ 50,000 രൂപയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇത് ബാലൻസ് ഷീറ്റിലുള്ള എമൗണ്ട് ആണ് അല്ലേ, ഇൻറ്റു 8% പ്രിഫറൻസ് ഷെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ 8%. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 4,000 രൂപയുടെ പ്രിഫറൻസ് ഡിവിഡൻഡ്. ക്ലിയർ. അപ്പോൾ ബാക്കിയുള്ള പ്രോഫിറ്റ് എന്താ, ഇക്വിറ്റി ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്, ദാറ്റ് ഇസ് 21,000. ക്ലിയർ. സോ ദ റിമൈനിങ് പ്രോഫിറ്റ് ഓഫ് ₹21,000 ബിലോങ്സ് ടു ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ 21,000 രൂപ. ഇനി എന്ത് ചെയ്താൽ മതി, അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി അല്ലേ. സോ ദിസ് 21,000 ഷുഡ് ബി സ്പ്ലിറ്റ് ഇൻ ടു ബിറ്റ്വീൻ കൺട്രോളിംഗ് പോർഷൻ ആൻഡ് നോൺ കൺട്രോളിംഗ് പോർഷൻ. ക്ലിയർ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 70%-ഉം 30%-ഉം സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. ദെൻ നെക്സ്റ്റ് വർക്കിംഗ് നോട്ട് എന്താ കൊടുത്തിരിക്കുന്നത്, കാൽക്കുലേഷനോ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലേ, 30,000 രൂപ റിസർവ് ഉണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, 6,000 രൂപയുടെ എന്തുണ്ട്, സർപ്ലസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 36,000 രൂപയാണ് അത്. ഇതിന് എന്ത് ചെയ്യണം, വി നീഡ് ടു സ്പ്ലിറ്റ് ഇൻ ടു 2 പോർഷൻ അല്ലേ, 70%-ഉം 30%. 30% NCI, then 70% കൺട്രോളിംഗ്, അതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ കാൽക്കുലേഷൻ ഓഫ് NCI. ഇനി NCIയിലേക്ക് വരാം. ഇവിടെ നോക്കൂ, NCIയിൽ എന്തൊക്കെ വരും, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ പോർഷൻ. അപ്പോൾ നമ്പർ 1 ക്ലിയർ, ഒന്നാമത്തെ കാര്യം 2,50,000 ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു 30%, അപ്പോൾ 75,000 രൂപ. ദെൻ വാല്യൂ ഓഫ് 60% ഓഫ് പ്രിഫറൻസ് ഷെയർസ് അല്ലേ, അത് നമ്മൾ നോൺ കൺട്രോളിംഗ് ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ട് എന്ത് ചെയ്തു, 50,000 ഇൻറ്റു 60%, 30,000 രൂപ. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്തു, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെയാണ് എടുത്തത്. ദെൻ ഷെയർ ഇൻ ദ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്
എത്രയാണത്? 10,800. എങ്ങനെ കിട്ടിയത്? 36,000. ക്യാപിറ്റൽ പ്രോഫിറ്റ് 36,000 ഇൻറ്റു 30%, അവരുടെ ഷെയർ അല്ലേ? 10,800 കിട്ടി. ഷെയർ ഇൻ ദി പോസ്റ്റ് അക്വിസിഷൻ അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് അത് എത്രയാണ്? 21,000 ആണ് കിട്ടിയത് ഇൻറ്റു 30%, അപ്പോൾ 6,300. ദെൻ ഷെയർ ഇൻ ദി പ്രിഫറൻസ് ഡിവിഡൻഡ് അല്ലേ? ആകെ 4,000 രൂപയാണ്. ഈ 4,000 രൂപയിൽ 60% ഔട്ട്സൈഡേഴ്സിനുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും? 2,400 രൂപ. ക്ലിയർ? അപ്പം ഇങ്ങനെ എല്ലാം കൂടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. നോൺ കൺട്രോളിങ്ങിൻ്റെ പോർഷൻ കിട്ടി. ക്ലിയർ? അപ്പോൾ ടോട്ടൽ 1,24,500 റുപ്പീസ്. ക്ലിയർ? ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ. ഗുഡ് വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ക്ലിയർ? സോ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ കൺട്രോളിംഗ് കമ്പനി ഇൻ സബ്സിഡറി എത്രയാണ്? 2,50,000 റുപ്പീസാണ്. ക്ലിയർ? അപ്പോൾ 2,50,000 റുപ്പീസിൻ്റെ ടോട്ടൽ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെ വരുന്നു? ഇക്വിറ്റി ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ലെസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 2,50,000 into 70,000, ദാറ്റ് ഈസ് 1,75,000. വീണ്ടും എന്ത് കുറയ്ക്കണം? ലെസ് അല്ലേ? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ പോർഷൻ അത് എത്രയാണ്? 50,000 into 40%, ദാറ്റ് ഈസ് ഈക്വൽ ടു 20,000. ഓക്കെ, ആകെയുള്ളത് 50,000 രൂപ. അതിൽ 60% ഔട്ട്സൈഡേഴ്സിനാണ് നമ്മൾ നേരത്തെ എടുത്തു, NCA എടുത്തു. അപ്പോൾ ബാക്കിയുള്ള 40% ഇവിടെ എടുത്തു. ക്ലിയർ? ദെൻ അതുപോലെ തന്നെയാണ് എന്ത്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലേ? അത് എത്രയാണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ പോർഷൻ 36,000 രൂപ ഉണ്ടായിരുന്നു ആകെ. അതിലെ 70% കൺട്രോളിംഗ് കമ്പനിക്ക് എലിജിബിൾ. അപ്പോൾ 36,000 ഇൻറ്റു 70%. ക്ലിയർ? ദാറ്റ് ഈസ് 25,200. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഗുഡ് വിൽ കിട്ടി. ഗുഡ് വിൽ എത്രയാണ്? മൈനസ് ചെയ്തപ്പോൾ 29,800. സോ ദിസ് ഈസ് എ വാല്യൂ ഓഫ് ഗുഡ് വിൽ. ക്ലിയർ? അങ്ങനെ ഗുഡ് വില്ലിൻ്റെ വാല്യൂ നമ്മൾ അസെർട്ടൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ? ഇനി നമ്മുടെ വർക്കിംഗ് നോട്ട് നമ്മൾ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ കാര്യങ്ങളൂടെ നോക്കാം. ക്ലിയർ? ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് വരുന്നത് നോക്കൂ. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അല്ലേ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൺട്രോളിംഗ് കമ്പനിയുടെ മാത്രം 8 lakh റുപ്പീ എടുത്തു. ക്ലിയർ? റിസർവ്സ് ആൻഡ് സർപ്ലസ്. ക്ലിയർ? അവിടെ നമ്മൾ എന്ത് ചെയ്തു? 1,90,000 റുപ്പീസ് ഓൾറെഡി ഉണ്ട് അല്ലേ? അവരുടെ ഏത് കമ്പനിയുടെ? വേറെ കമ്പനിയുടെ. ക്ലിയർ? ഇവിടെ എന്ത് ചെയ്തു? അതിന് ശേഷം നമ്മൾ ജനറൽ റിസർവ്. സോ റിസർവ്സ് 1,90,000 ബിലോങ്സ് ടു എക്സ് ലിമിറ്റഡ്. ക്ലിയർ? അതുപോലെ തന്നെ വൈ ലിമിറ്റഡിന് എത്രയാണ് വരുന്നത്? 35,000 ആണ്. ക്ലിയർ? ആ 35,000-ൽ 30,000 പ്രീ ആണ്. അത് നമ്മൾ പ്രീ അക്വിസിഷൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബാക്കി 5,000 രൂപയേ ഉള്ളൂ അല്ലേ? അതിന് നമ്മൾ പോസ്റ്റ് അക്വിസിഷനായിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, ദെൻ സർപ്ലസ് അക്കൗണ്ടിൽ ബാക്കി ഇവിടെ വരുമ്പോൾ 80,000 വരുന്നുണ്ട്, 26,000. ഇതിലെ 6,000 എന്താണ്? പ്രീ അക്വിസിഷൻ. ബാക്കിയുള്ള 20,000 അങ്ങനെയാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ 21,000 രൂപ നമ്മൾ നേരത്തെ കിട്ടിയതാണ്. അപ്പോൾ അതിനെ നമ്മളിവിടെ ഡിവൈഡ് ചെയ്താണ്. ക്ലിയർ? 21,000. ഓക്കെ, സർപ്ലസ് അക്കൗണ്ട് 80,000 പ്ലസ് അല്ലേ? അതുപോലെ തന്നെ ഷെയർ ഇൻ ദി സബ്സിഡീസ് റവന്യൂ പ്രോഫിറ്റ്. ക്ലിയർ? സബ്സിഡറി റവന്യൂ പ്രോഫിറ്റിൻ്റെ ഷെയർ അതിൽ എന്തുകൂടെ വരുന്നുണ്ട്? അവയുടെ ജനറൽ റിസർവിലുള്ള 5,000 രൂപ കൂടെ ചേർത്തിട്ടാണ് ഇതിൽ വരുന്നത്. ക്ലിയർ? റവന്യൂ പ്രോഫിറ്റ് മീൻസ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. അപ്പോൾ 21,000 ഇൻറ്റു ക്ലിയർ 70% ഇവർക്ക് വരും. അപ്പോൾ 70/100 അപ്പം 14,700 രൂപ. അപ്പോൾ ഇത് ചെയ്തു. ക്ലിയർ? മൈനസ് നമ്മളിത് രണ്ടും കൂടെ എടുത്തു. ജനറൽ റിസർവ് സർപ്ലസും ആയി. ക്ലിയർ? അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര വരുന്നു? ദെൻ ലെസ് വീണ്ടും ഒരു ഐറ്റം കൂടെ എടുക്കേണ്ടത് എന്താണ്? പ്രിഫറൻസ് ഡിവിഡൻഡ്. എന്താണ്? പ്രിഫറൻസ് ഡിവിഡൻഡ് അല്ലേ? 40% ആർക്കുണ്ട്? കൺട്രോളിംഗ് കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ 4,000 രൂപയാണ് ആകെ പ്രിഫറൻസ് ഡിവിഡൻഡ് അല്ലേ? അതിൽ 40% ഇവർക്കുള്ളതാണ്. അപ്പോൾ 1,600 രൂപ. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട്? സോ 96,300 റുപ്പീസ് വരുന്നുണ്ട്. ക്ലിയർ? ഇത് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ടോട്ടൽ വന്ന് 2,86,300. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൺട്രോളിംഗ് കമ്പനിയുടെ പാരൻ്റ് കമ്പനിയുടെ കംപ്ലീറ്റ് എടുത്തു അല്ലേ? റിസർവ്സ് എടുത്തു. ക്ലിയർ? സർപ്ലസ് ഓഫ് പാരൻ്റ് കമ്പനി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ സർപ്ലസിൽ എന്തൊക്കെ ആഡ് ചെയ്യണം? സബ്സിഡറി കമ്പനിയുടെ സർപ്ലസ് ആഡ് ചെയ്യണം. അപ്പോൾ സർപ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് മുഴുവൻ എടുക്കാൻ പറ്റില്ല. കുറച്ച് നമ്മൾ നോൺ കൺട്രോളിങ് പോർഷനായിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ? ബാക്കിയുള്ളത് കൺട്രോളിങ് പോർഷനോ റവന്യൂ പ്രോഫിറ്റ് മാത്രം എടുത്താൽ മതി. ക്ലിയർ? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ദെൻ അതുപോലെ ഡിവിഡൻഡ്, പ്രിഫറൻസ് ഡിവിഡൻഡ് അല്ലേ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു? അഡ്ജസ്റ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട്. ക്ലിയർ? അപ്പോൾ 96,300 റുപ്പീസ്. ഇത്രയാണ് 2,86,300 rupees. So this is the total amount.
ഓക്കെ. ദെൻ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ വർക്കിംഗ് നോട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, അതിനെടുത്ത് ഇവിടെ എടുത്ത് എഴുതി. ഓക്കെ. ദെൻ ടോട്ടൽ ലയബിലിറ്റീസ് എഴുതി. അപ്പോൾ ടോട്ടൽ 14,29,800 കിട്ടി. ദെൻ നോൺ കറണ്ട് അസറ്റ്സ് നമ്മൾ എഴുതുന്ന സമയത്ത് അസറ്റ്സ് എഴുതി അല്ലേ, ഗുഡ് വിൽ നമ്മൾ വർക്കിംഗ് നോട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ എടുത്ത് എഴുതി. ടോട്ടൽ 14,29,800. So this is how consolidation in the case of preference shares, clear, existing in the balance sheet of subsidiary, clear, will be dealt with. Okay. ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന് മ്യൂച്വൽ ഓയിങ്സിനെ കുറിച്ചാണ് അല്ലേ. നമ്മൾ നേരത്തെ ഇൻട്രഡക്ഷൻ പറയുമ്പോൾ പറഞ്ഞു, ഒരു കമ്പനിക്ക് പാരൻ്റ് കമ്പനി സബ്സിഡറി കമ്പനിയൊക്കെ ഒരേ ഗ്രൂപ്പിൽ വരുന്നതുകൊണ്ട് ഈ ഒരേ ഗ്രൂപ്പിൽ വരുന്ന കമ്പനികളുടെ പരസ്പരമായിട്ടുള്ള ഓയിങ്സ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. ഒരു കമ്പനിക്ക് അസറ്റ് ആകുമ്പോൾ വേറൊരു കമ്പനിക്ക് ലയബിലിറ്റി ആയിരിക്കും. ക്ലിയർ. ഒരു കമ്പനിക്ക് ബിൽസ് റിസീവബിൾ ആകുമ്പോൾ വേറൊരു കമ്പനിക്ക് ബിൽസ് പേബിൾ ആയിരിക്കും. ഒരു കമ്പനിയിൽ സൺട്രി ഡെറ്റർ ആകുമ്പോൾ വേറൊരു കമ്പനിയിൽ സൺട്രി ക്രെഡിറ്റർ ആയിരിക്കും. ക്ലിയർ. ഇങ്ങനെ വരാവുന്ന കേസസ് അതൊക്കെ എന്ത് ചെയ്യണം, ഓഫ്സെറ്റ് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. ക്ലിയർ. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മ്യൂച്വൽ ഓയിങ്സ്. ക്ലിയർ. അപ്പോൾ തന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഒന്ന് ഒരു കമ്പനി എന്ത് ചെയ്യുന്നത് ലയബിലിറ്റി ആയിട്ട് കാണിച്ചു, വേറൊരു കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവും കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് അസറ്റായിട്ട് കാണിച്ചിട്ടുണ്ടാവും. ക്ലിയർ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, റിസീവബിൾസ് എന്നുള്ള ഇതിൽ ട്രീറ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. ക്ലിയർ. അതുപോലെ ഡിബഞ്ചേഴ്സ് ഉണ്ടാവും. ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ വൺ കമ്പനി and investment made by another company in these debentures shall be eliminated. അതുപോലെ തന്നെ പാരൻ്റ് സബ്സിഡറി ഒരു കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തെന്നാൽ അപ്പോൾ അവർക്ക് ലയബിലിറ്റി ആയി, വേറൊരു കമ്പനി ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന അസറ്റ്സ് ലയബിലിറ്റീസിനെ തമ്മിൽ എന്ത് ചെയ്യണം, നമ്മൾ സെറ്റിൽ ചെയ്യണം. ക്ലിയർ. ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. ഓക്കെ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ക്ലിയർ.